എന്റെ കുടുംബത്തിന്റെയും ഫോട്ടോയും കാര്യങ്ങളും വെച്ച് അനാവശ്യമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഇൻസ്റ്റാഗ്രാം വഴി. പറയാനുള്ളത് സൈബർ ഡോമിന്റെ തലപ്പത്തിരിക്കുന്ന മനോജ് എബ്രഹാം എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരോടാണ്. ഡിവൈഎഫ്ഐ അഞ്ചൽ ഈസ്റ്റ് MC, പിന്നെ ഡീൽസ് അഞ്ചൽ, ബ്യൂട്ടി ഓഫ് അഞ്ചൽ. എനിക്കും എന്റെ അമ്മയ്ക്കും കഞ്ചാവ് കച്ചവടമാണ്. നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ കേരളത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളും കുറ്റവാളികളും ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തവരും പിന്നെ മനോനിലതെറ്റി ജീവിക്കുന്നവരുമൊക്കെ ഉണ്ട്. എന്നാൽ ഇത്തരം കുറ്റവാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈബർ ഡോമിന്റെ തലപ്പത്തിരിക്കുന്നത് മിടുക്കനായ ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ പേര് മനോജ് എബ്രഹാം. അദ്ദേഹത്തിന് അറിയാവുന്നവരാരും ഒരിക്കൽ പോലും ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, സൈബർ ആക്രമണത്തിന് ഇരയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഇന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സങ്കടം പറയാൻ. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് അഹസനാണ്. അഹസനാണ്. താങ്കൾ എന്താണ് ഇപ്പൊ ഞങ്ങൾ വിളിക്കാൻ കാരണം? എന്റെ കുടുംബത്തിന്റെയും ഫോട്ടോയും കാര്യങ്ങളും വെച്ച് അനാവശ്യമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഇൻസ്റ്റാഗ്രാം വഴി. ആരാണ്? ഇൻസ്റ്റാഗ്രാമിലുള്ള 1-2 അക്കൗണ്ടുകൾ വഴി. സോൾ ഓഫ് അഞ്ചൽ, പിന്നെ ഡിവൈഎഫ്ഐ അഞ്ചൽ ഈസ്റ്റ് MC, പിന്നെ ഡീൽസ് അഞ്ചൽ, ബ്യൂട്ടി ഓഫ് അഞ്ചൽ. ഇങ്ങനെ പറഞ്ഞ 3-4 അക്കൗണ്ടിൽ നിന്നാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. എന്താണ് അവര് പ്രചരിപ്പിക്കുന്നത്? എനിക്കും എന്റെ അമ്മയ്ക്കും കഞ്ചാവ് കച്ചവടമാണ്. പിന്നെ ആഡംബര വാഹനങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. പിന്നെ ഞാൻ വണ്ടിയിൽ പോന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാറിനകത്ത് പോന്നു. അതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. അതിനകത്ത് അവർ ഉൾപ്പെടുത്തിയ കാര്യം അതൊക്കെ കഞ്ചാവ് കച്ചവടമാണ്, കാറിൽ നടന്ന കഞ്ചാവ് കച്ചവടമാണെന്ന് എനിക്കും എന്റെ അമ്മയ്ക്കും എന്ന് പറഞ്ഞാണ് ഇട്ടിരുന്നത്. ഇല്ലില്ല, അങ്ങനെയുള്ള പരാതി ഇല്ലില്ല. അങ്ങനെ ഒരു പരാതിയോ അല്ലെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച ഒരു പോലീസ് കേസോ ഒന്നും എന്റെ പേരില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു പ്രശ്നപ്പെട്ട ഒരു രീതിയിലും എന്നെ പിടിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അവര് ശത്രുക്കളുണ്ടോ? എന്റെ അറിവില്ല, എനിക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല. ഇല്ല. ഈ ഏതൊക്കെ പേജിൽ നിന്നാണ് ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുന്നത്? ഡിവൈഎഫ്ഐ അഞ്ചൽ ഈസ്റ്റ് MC എന്ന് പറയുന്ന അക്കൗണ്ട്, ഈസ്റ്റ് MC, പിന്നെ സോൾ ഓഫ് അഞ്ചൽ, പിന്നെ ഒരു ഡീൽസ് അഞ്ചൽ എന്ന് പറയുന്ന അക്കൗണ്ട്, പിന്നെ വേറൊരു അക്കൗണ്ട്. ഇതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് എല്ലാത്തിനും ഉണ്ട്. താങ്കളത് പോലീസുമായി ബന്ധപ്പെട്ട്? ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, SP സാറിനും പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കോടതിയിൽ വക്കീൽ ത്രൂ ഡിഫർമേഷന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ്? 1 കോടിക്ക്. 1 കോടി. അങ്ങനെ 1 കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാം? എനിക്ക് വണ്ടി കച്ചവടമൊക്കെയാണ്. ഞാൻ ഇച്ചിരി പ്രീമിയം വണ്ടികളാണ് കച്ചവടം ചെയ്യാറുള്ളത്. അപ്പോ നിലവിലെ ഇന്നത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ തന്നെ ഒരു പാർട്ടി ഫേസ്ബുക്ക് വഴി വണ്ടിയെല്ലാം ഓക്കെ ആയി കാണാൻ വേണ്ടി വന്നപ്പോൾ ആള് പറഞ്ഞ് എവിടെ കണ്ടുപരിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞത്. ഏതായാലും ഇൻസ്റ്റാഗ്രാം എന്നെ വീഡിയോ കാണിച്ചിട്ട് ഇതിനൊക്കെ വീഡിയോ കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇയാളിത് മുടങ്ങിപ്പോയി, ആ കച്ചവടം മുടങ്ങിപ്പോയി, കച്ചവടം ക്യാൻസലായി പോയി. എങ്ങനെയായിരുന്നു അത് ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ വണ്ടിയുടെ പോസ്റ്റ് വിൽക്കാണ്ടെന്ന് പോസ്റ്റ് ഇട്ടിരുന്നത്. അതിനകത്ത് കണ്ട് ആള് ഓക്കെ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞ് വന്നതാ. എന്നിട്ട് അത് മുടങ്ങിപ്പോയത്. അത് ഈ കാരണം കൊണ്ടാണ്? ഈ കാര്യമാണ് എന്നെ ഈ പോസ്റ്റ് ഇട്ട് കാണിച്ച്. അപ്പോഴത്തേക്ക് എന്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് അവർ ചെയ്തേക്കുന്നത്. എന്റെ ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നലെ ചെയ്ത പോസ്റ്റ് ആണ് അവർ എന്നെ കാണിച്ചത്. നിങ്ങളുടെ ചേട്ടന്റെ അമ്മയുടേത്? അമ്മയുടേത് 3-4 ദിവസം മുന്നേ ഇട്ട് ഇന്നലെ രാവിലെ എന്നെ എന്റെ ചേട്ടനെയോട് ചേർത്ത് വീണ്ടും. അതിനകത്തൊക്കെ അവരെന്താ പറയുന്നത്? അതിനകത്ത് എല്ലാം പറയുന്ന കാര്യങ്ങൾ, ആഡംബര വാഹനങ്ങളിൽ കറങ്ങി നടക്കുന്നു, മയക്കുമരുന്ന് ലഹരി കച്ചവടം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് ഈ സോഷ്യൽ മീഡിയ വഴി. നിങ്ങളുടെ പേരിൽ ഇപ്പോഴോ മുന്നോ ഏതെങ്കിലും ഈ ലഹരി? ഒന്നുമില്ല. അത് എങ്ങനെയാണെങ്കിലും അന്വേഷിക്കാവുന്ന കാര്യം. ഇല്ലില്ല, അങ്ങനെ ഒരു കേസ് അവരൊന്നും വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്തരം ആൾക്കാർ? അത് ഇവർക്ക് ഞാൻ ഈ വണ്ടി വില കൂടിയ വണ്ടിയിൽ നടക്കുന്നതൊക്കെ അവർക്ക് പ്രശ്നങ്ങള്. അതിനു വേണ്ടിയിട്ടായിരിക്കും എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ എന്റെ അമ്മയ്ക്കൊക്കെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അമ്മ ഇന്നലെ ഒരു കടയിൽ സാധനം മേടിക്കാൻ പോയപ്പോ ചേച്ചിയുടെ ഫോട്ടോ ഇതിനൊക്കെ മയക്കുമരുന്ന് വെച്ചോടാന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടോ എന്റെ കാര്യം പറഞ്ഞത്. ആരാണ് ഇത് ചെയ്യുന്നത് താങ്കൾക്കറിയോ? ആരാന്ന് അറിയത്തില്ല. എന്നാലും ശരി, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്? പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്, 5 പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, സൈബർ ഡോമിന്റെ തലപ്പത്തിരിക്കുന്ന മനോജ് എബ്രഹാം എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരോടാണ്. ഒരുപക്ഷെ താങ്കളെ കുറിച്ച് ഈ കുറ്റവാളികൾക്ക് അറിയാമായിരുന്നു എങ്കിൽ അവർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ അങ്ങ് നടപടി സ്വീകരിക്കണം. കാരണം ഇതൊരു മനുഷ്യന്റെ ജീവനാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷിംജിത എന്ന ഒരു സ്ത്രീ ഒരു ദീപക് എന്ന മനുഷ്യനെ കുറിച്ച് ബസ്സിൽ വെച്ചൊരു വീഡിയോ പ്രചരിപ്പിക്കുകയും അതിനുമൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്, അദ്ദേഹം ജീവനെടുക്കുകയും ചെയ്തത്. അതിനു പിന്നാലെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ വന്ന്
സ്റ്റാറ്റസ് ഇട്ടും പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഒക്കെ ആ വിഷയത്തോട് പ്രതികരിച്ചിരുന്നു. ഇന്ന് എനിക്കരികിൽ നിൽക്കുന്ന അഹസ് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം പറയുന്നത് തൻ്റെ കുടുംബത്തെ മുഴുവൻ, അമ്മയെയും സഹോദരനെയും ഉൾപ്പെടെ ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നും, അതിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അപകീർത്തികരമായ പ്രചരിപ്പിക്കുന്നു എന്നാണ്. എന്തായാലും ശരി, വിഷയത്തിൽ മേൽ അധികാര കേന്ദ്രങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ക്യാമറമാൻ അരുൺ സഹറിനൊപ്പം രജിത് കാര്യത്തിൽ.